ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വി ഡി സതീശൻ ഗവൺമെൻറ് നയപ്രഖ്യാപനം നിയമസഭയിൽ ഗവർണർ വായിക്കുകയുണ്ടായി. ആ നയപ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആർത്തവ അവധിയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 3 ദിവസത്തേക്ക് ഒരു മാസം നിർബന്ധമായിട്ടുമുള്ള ആർത്തവ അവധി നൽകാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനത്തിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം KSRTC ബസ്സുകളിൽ യാത്ര സൗജന്യമാക്കിയതുപോലെയോ അല്ലെങ്കിൽ പെൻഷൻ കൂട്ടുന്നത് പോലെയുള്ള ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നൊരു കാര്യമല്ല. വളരെ ഈസി ആയിട്ട് അങ്ങോട്ട് നടപ്പിലാക്കാൻ പറയാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് വാസ്തവമാണ്. ഇതിൽ ചില പുരോഗമനപരമായിട്ടുള്ള എലിമെൻറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു അവധി കൊടുക്കുന്ന സമ്പ്രദായം വേണമോ എന്നുള്ളത് എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്. അത് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ കുറേ പേർ നെറ്റി ചുളിക്കുകയും ഞാൻ പുരോഗമനവാദി അല്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും എൻ്റെ അഭിപ്രായം അതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ഈ സമയങ്ങളിൽ വേണമെങ്കിൽ കുട്ടികൾക്ക് ലീവ് എടുക്കാവുന്ന അല്ലെങ്കിൽ അവധി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതും ആവശ്യമുള്ളവർക്കൊക്കെ തന്നെ അവധി എടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ബേസ് ചെയ്തിരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള ഒരു പുരുഷാധിപത്യ സമൂഹത്തിലെ ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള ഒരു സഹാനുഭൂതിയൊന്നും പ്രകടിപ്പിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ആത്മാർത്ഥതയോ അല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ കാരണം റൂഹി തിവാരി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പലവട്ടം ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതാണ്. മഹത്തായ ബുക്കാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അത് മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 1952 മുതൽ ഇന്ത്യയിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളുടെ നമ്പർ തന്നെ വളരെ കുറവായിരുന്നു. പുരുഷന്മാരാണ് കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം നിരവധി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ വോട്ട് ചെയ്യുന്നത് ഏതാണ്ട് തുല്യമായിട്ടൊക്കെ തന്നെ വന്നു. പക്ഷെ അപ്പോഴും സ്ത്രീ വോട്ടർമാരിലേക്ക് ഫോക്കസ് പോയിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം വീട്ടിലെ പുരുഷന്മാരുടെ തീരുമാനത്തിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമായിരുന്നു സ്ത്രീകൾ എന്നുള്ളതൊക്കെ ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് 1-2 പതിറ്റാണ്ടുകളായി അങ്ങനെയല്ല. സ്ത്രീ വോട്ടർമാരുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. കാരണം അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളും അതുപോലെ തന്നെ അവരുടെ ലോകത്ത് അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സഹായങ്ങളുമൊക്കെ അനുസരിച്ച് വോട്ട് ചെയ്യാവുന്ന ലെവലിലേക്കുള്ള ഒരു കൃത്യമായി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വോട്ടുകളായി സ്ത്രീ വോട്ടുകൾ മാറിയിരിക്കുന്നു. അത് വളരെ സ്തുത്യർഹമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആ സ്ത്രീകളൊക്കെ തന്നെ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് അല്ല എന്നുള്ളതും പകരം അവർക്ക് കിട്ടുന്ന സഹായങ്ങളിലേക്ക് അടിസ്ഥാനത്തിലാണ് വോട്ടുകൾ ചെയ്യുന്നത് എന്നുള്ളതുമാണ് പലപ്പോഴും പല സർവേകളും പല പഠനങ്ങളും ഒക്കെ തന്നെ നമ്മളോട് പറയുന്നത്. ഈ റൂഹി തിവാരിയുടെ ബുക്കൊക്കെ തന്നെ അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പലപ്പോഴും 10,000 രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന പദ്ധതി കഴിഞ്ഞ തവണ ബീഹാറിൽ നടപ്പിലാക്കിയത്. ലാഡ്ലി ബഹൻ യോജന പോലെയുള്ള പദ്ധതികൾ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഈവൻ വെസ്റ്റ് ബംഗാളിലും മമതാ ബാനർജിയും ഒക്കെ തന്നെ നടപ്പിലാക്കിയത്. അപ്പോൾ പലപ്പോഴും ഒരു സ്ത്രീകൾക്ക് ഒരു ഫ്രീ ആയിട്ട് പണം കൊടുക്കുക, പണം കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് വോട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു സാമാന്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായി കൂടി വേണം നമ്മൾ യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളുടെ ഈ ആർത്തവ അവധി പോലെയുള്ള പ്രഖ്യാപനങ്ങളെ കൂടി കാണാൻ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് മോശപ്പെട്ട കാര്യമാണെന്നോ ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ പറയുന്നത് ഇത് അത്ര ആവശ്യമുള്ള കാര്യമായിരുന്നു, അത്യാവശ്യമുള്ള കാര്യമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊരു കാര്യമുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് ഇത്തരത്തിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജെൻഡറുകളോട് പ്രത്യേകിച്ച് ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നു എന്ന് പറയുന്ന തോന്നലുണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ സ്വാധീനിച്ചാൽ കുറേ കൂടി ഭരണത്തിൽ വരാൻ കഴിയുമെന്ന് പറയുന്ന വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ തന്ത്രമുണ്ട് എന്നുള്ളത് കൂടിയാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ 3 ദിവസം അവധിയെടുക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ആ പോർഷൻസ് കവർ ചെയ്ത് കിട്ടുക, അല്ലെങ്കിൽ എത്രത്തോളം അത് സാധ്യമാകുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കലി ഉണ്ടെങ്കിൽ പോലും തത്വത്തിൽ ഇതൊരു നല്ല തീരുമാനമാണ്, പുരോഗമനപരമായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഇപ്പോൾ ഈ കേരളത്തിൽ ഇന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് നമ്മുടെ DIG ആയിരുന്ന ശ്രീലേഖ IPS ആണ്. അവർ കിരൺ ബേദിയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ IPS ഓഫീസർ, ലേഡി IPS ഓഫീസർ. അതുപോലെ കേരളത്തിൽ നിന്ന് ആദ്യത്തെ ലേഡി IPS ഓഫീസർ ഇവരാണ്, ശ്രീലേഖയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇത് വലിയ ലജ്ജ ഉണ്ടാക്കുന്ന കാര്യമാണെന്നാണ്.
ഇത് ആർത്തവം എന്ന് പറയുന്നതും ആ ദിവസങ്ങളിൽ ആർത്തവം ഉണ്ടെന്ന് പറയുന്നതിനൊന്നും ലജ്ജിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും അത്ര രഹസ്യമാക്കി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഈ നാട്ടിലെ പ്രത്യേകിച്ചും സ്ത്രീകളുടെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞാൽ പോലും അവർ അപരിചിതമായിട്ടുള്ള ഒരാളോട് പറയാനോ ചിലപ്പോൾ ചോദിക്കാനോ അവർക്ക് മടിയുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആർത്തവമൊക്കെ പറയാനോ ഒക്കെ മടിയുണ്ടാവാറുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊക്കെ ഇപ്പോൾ പക്ഷേ മാറി മാറി വരികയാണ് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ മാറി വരേണ്ടത് കൂടിയാണ്. പക്ഷെ അവർ പറയുന്നത് ഇത് ബാക്കിയുള്ളവരൊക്കെ അറിയില്ലേ, സ്ത്രീകളുടെ പ്രൈവസി പോകില്ലേ, ഏത് ഡേറ്റുകളിലാണ് ഇതുണ്ടാവുന്നതെന്നൊക്കെ എല്ലാവരും അറിയില്ലേ എന്നൊക്കെ ഉള്ളതാണ് ചോദിക്കുന്നത്. കൂടാതെ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ വന്നിട്ട് നമ്മുടെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ സാംസ്കാരിക നായകരായിട്ടുള്ളത്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ. സന്തോഷ് പണ്ഡിറ്റൊക്കെ തന്നെ വന്നിട്ട് പറയുന്നത് അപ്പോൾ ടീച്ചർക്ക് ആർത്തവാവധി കൊടുക്കണ്ടേ, ടീച്ചർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു സൈഡിൽ നടപ്പിലാക്കുമ്പോൾ അതുകൂടെയൊക്കെ ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മോശമാണ് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് അത്ര ആവശ്യമുള്ള വളരെ ആവശ്യമുള്ളൊരു കാര്യമല്ല. പക്ഷെ ഒരു മെസ്സേജ് കൊടുക്കുന്നു, നമ്മൾ അവരെ കൂടി പരിഗണിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായി ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഒരു സൊസൈറ്റി ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രം. പക്ഷേ ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുന്നതിൻ്റെ പേരിൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൂടാതെ ഇതിൻ്റെ പുറത്ത് ഒരു ചിലവുമില്ല എന്നുള്ളത് കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർപ്പിക്കട്ടെ. എനിക്ക് പലപ്പോഴും ഇതിൽ അസന്നിഗ്ധമായി ഖണ്ഡിതമായിട്ടൊരു അഭിപ്രായം പറയാത്തതിൻ്റെ പോലും കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആകത്തുക എന്താണെന്നും ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്കിപ്പോഴും പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഖണ്ഡിതമായിട്ടുള്ളൊരു അഭിപ്രായം നിങ്ങളോട് പറയാത്തത് എന്നുള്ളത് കൂടി പറഞ്ഞു നോക്കട്ടെ. പക്ഷേ ഞാനിപ്പോൾ പല ആളുകളോടും പല ജേർണലിസ്റ്റുകളോടും ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ പോലും അവരോടൊക്കെ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതത്ര അനിവാര്യമായിരുന്ന ഒരു കാര്യമല്ല. പക്ഷേ എന്തായാലും ഒരു ഗസ്റ്റർ, പോസിറ്റീവ് ഗസ്റ്റർ മറ്റൊരു ജെൻഡറിനെ കൂടി പരിഗണിക്കുന്നു, പ്രത്യേകിച്ച് പുരുഷാധിപത്യ സമൂഹത്തിൽ എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ട് അവർ കാണുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പമാണ് ഇത്തരത്തിൽ ഈ പറയുന്ന പാരമ്പര്യവാദികളായിട്ടുള്ള ഇതിൽ ലജ്ജ തോന്നണം എന്ന് പറയുന്ന വിവരക്കെട്ട അഭിപ്രായങ്ങൾ കൂടി ഉണ്ടാകുന്നത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നിയത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റുകളിൽ കൂടി എഴുതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ടോപ്പിക്ക് കഴിഞ്ഞു. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പുതിയ ചാനൽ. അതിൻ്റെ പേര് പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അപ്പോൾ അതിൻ്റെ പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് 13,000-ലധികം പേർ ഇപ്പോൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു. വലിയ സന്തോഷം, നിങ്ങളുടെ വലിയ പിന്തുണക്ക്. കാണാത്തവരൊക്കെ തന്നെ അത് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1 മണിക്കൂറും 44 മിനിറ്റുമുള്ള ഒരു വലിയ പോഡ്കാസ്റ്റാണ്. 2021 മുതൽ അധികാരത്തിലേക്ക് എറിയിട്ടുള്ള പിണറായി വിജയൻ 2% കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ മേടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ 8 സീറ്റുകൾ കൂടുതൽ മേടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിയ പിണറായി വിജയനെ വീഴ്ത്താൻ എതിരാളികൾ നടത്തിയ ഗൂഢാലോചനകളുടെയും തന്ത്രങ്ങളുടെയും ഒക്കെ വളരെ വിശദമായിട്ടുള്ള ഇതുവരെ ആരും പറയാത്ത ഡീറ്റെയിൽസാണ് ആ പോഡ്കാസ്റ്റിലുള്ളത്. അപ്പോൾ ആ പോഡ്കാസ്റ്റ് കാണാത്തവരെല്ലാവരും തന്നെ കാണണം. ആ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നെസ് എന്നാണ് അതിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ പൊതുബോധത്തിനുമപ്പുറം എന്നുള്ളതാണ്. വിത്ത് രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അത്തരത്തിലുള്ള 1, 2, 3 പോഡ്കാസ്റ്റാണ് മാസം ഉണ്ടാവുക. കാരണം അത് കുറേ കൂടി അധ്വാനം വേണ്ട, കുറേ കൂടി വലിയ പണച്ചെലവുള്ളൊരു പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടി നമുക്ക് വേണം. ആ സപ്പോർട്ട് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിട്ട് ചെറിയ ബെനിഫിറ്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മുടെ ചാനലിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും താല്പര്യമുള്ളവർക്ക് മാത്രം സപ്പോർട്ട് ചെയ്യാം. ഇനി സപ്പോർട്ട് അങ്ങനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തവർ വിഷമിക്കേണ്ടതൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോകൾ കാണുകയും താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞു നോക്കട്ടെ. പുതിയ ചാനലിൻ്റെ പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.